ഹായ് ഫ്രണ്ട്സ്, റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ലെയറും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് എന്ന് ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അത് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പ് ലെയർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ മഞ്ഞ വരേണ്ടത്. എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. അപ്പോൾ ഇവിടെ ഈ മഞ്ഞ പീസുണ്ട്. ഇവിടെ ഈ മഞ്ഞ എപ്പോഴും ജെ ഷേപ്പിലാണ് പിടിക്കേണ്ടത്. അതായത് ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത്. ജെ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഈ ക്യൂബ് പിടിക്കണം. അപ്പോൾ ജെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ഉണ്ടല്ലേ? ഇതേ രീതിയിലാണ് നമുക്ക് ഇത് പിടിക്കേണ്ടത്. അതിനുശേഷം ഒരു യെല്ലോയുടെ ഒരു ക്രോസ് നമുക്ക് ഇങ്ങനെ നിർമ്മിക്കണം. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെ ആവർത്തിച്ചാൽ മതി. നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെയാണോ അതേപോലെ പിടിക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ വലത്തോട്ട് തിരിക്കുക, റൈറ്റ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക, ടോപ്പ് പോർഷൻ ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് റൈറ്റ് പോർഷൻ ചെയ്ത ഭാഗം താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ടോപ്പ് പോർഷൻ ആദ്യം ചെയ്ത ഭാഗം തിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ആദ്യം ചെയ്തത് തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ യെല്ലോയുടെ ഒരു ക്രോസ് ആയത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വൈറ്റിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. റെഡും ഗ്രീനും ഓറഞ്ചും ബ്ലൂവും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്റർ പോർഷൻ ഏതാണോ ആ കളർ തന്നെ ഇവിടെയും വരണം. ഇവിടെ റെഡാണ്, അതുപോലെ ഇവിടെ റെഡ് വരണം. ഇവിടെ ഗ്രീനാണ്, അതുകൊണ്ട് ഇവിടെയും ഗ്രീൻ വരണം. ഇവിടെ ഓറഞ്ചാണ്, അതുകൊണ്ട് ഇവിടെയും ഓറഞ്ച് വരണം. ഇവിടെ ബ്ലൂ ആണ്, അതുകൊണ്ട് ഇവിടെയും ബ്ലൂ വരണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇത് മാച്ച് ചെയ്യുക. ഈ യെല്ലോ ക്രോസ് നിർമ്മിച്ചതിന് ശേഷം ഇവിടെ മാച്ചായിട്ടുണ്ട്, ഇവിടെ മാച്ചായിട്ടില്ല. അപ്പോൾ ഒന്ന് തിരിച്ച് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാച്ചായി നോക്കുക. ഒന്ന് തിരിച്ച് നോക്കിയിട്ട് മാച്ചായി നോക്കുക. മാച്ചായിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിച്ച് നോക്കുക, മാച്ചായോ നോക്കുക. ഇവിടെ ഓറഞ്ച് മാച്ചായിട്ടുണ്ട്, പക്ഷേ ഇവിടെ ബ്ലൂ മാച്ചായിട്ടില്ല. വേറെ ഏതെങ്കിലും സൈഡ് മാച്ചായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒന്നുകൂടി തിരിച്ചാൽ ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ബ്ലൂ ഉണ്ട്. അപ്പം ഈ രണ്ട് സൈഡ് മാച്ചായിട്ടുണ്ട്. മാച്ച് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററും ഈ ടോപ്പും ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്താൽ മതി. എന്നിട്ട് മാച്ചായ ഭാഗം ഒരു ഭാഗം വലത് ഭാഗത്തും മറ്റേ ഭാഗം പിറകു ഭാഗത്തുമായി പിടിക്കുക. എന്നിട്ട് ഈ ടോപ്പ് പോർഷനും ഈ റൈറ്റ് പോർഷനും മാത്രം ഉപയോഗിച്ച് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം റൈറ്റ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക. ഇനി മാച്ച് ആയാലും മാച്ച് ആയിട്ടില്ലെങ്കിലും മാച്ച് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം റൈറ്റ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക, ടോപ്പ് ഇടത്തോട്ട്, റൈറ്റ് താഴോട്ട്, ടോപ്പ് ഇടത്തോട്ട്, റൈറ്റ് മുകളിലേക്ക്, പിന്നെ ടോപ്പ് ഇടത്തോട്ട്, ഒന്നുകൂടി ടോപ്പ് ഇടത്തോട്ട്, പിന്നെ റൈറ്റ് താഴേക്ക്, എന്നിട്ട് ടോപ്പ് ഒന്ന് തിരിച്ച് വയ്ക്കുക. നോക്കാം. ഇവിടെ മാച്ചായിട്ടുണ്ട്, ഇവിടെ മാച്ചായിട്ടുണ്ട്.
ഇവിടെ മാച്ചായിട്ടുണ്ട്, ഇവിടെ മാച്ചായിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ 4 ഈ ടോപ്പിലെ ഈ കോർണർ ഭാഗം മാത്രം നമുക്ക് മാച്ചാക്കാനുള്ളൂ. അതുകൂടി നമ്മൾ മാച്ചാക്കിയാൽ റൂബിക്സ് ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണറിൽ ഈ പീസ് നമുക്ക് മാച്ചാക്കണം. അതായത് നമ്മളിവിടെ യെല്ലോ, ഗ്രീൻ, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ സെയിം കളർ വന്നാൽ മാച്ചാകും. അപ്പോൾ ഈ സൈഡ് മാച്ചല്ല. അപ്പോൾ ഇവിടെ റെഡ്, ഇവിടെ ഗ്രീൻ, ഇവിടെ യെല്ലോ. അപ്പോൾ ഈ സൈഡ് മാച്ചല്ല. ഇവിടെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഇവിടെ റെഡ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് മാച്ചല്ല. അതേപോലെ തന്നെ ഇവിടെ ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഈ സൈഡ് മാച്ചല്ല. അപ്പോൾ നമുക്ക് ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ടോപ്പ് പോർഷൻ റൈറ്റിലോട്ട് തിരിക്കുക. അതായത് ടോപ്പ് തിരിക്കുക, എന്നിട്ട് റൈറ്റ് മുകളിലേക്ക് തിരിക്കുക, എന്നിട്ട് ടോപ്പ് ഇടത്തോട്ട് തിരിക്കുക, എന്നിട്ട് ലെഫ്റ്റ് മുകളിലേക്ക് തിരിക്കുക, എന്നിട്ട് ടോപ്പ് റൈറ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് റൈറ്റ് താഴോട്ട് തിരിക്കുക, എന്നിട്ട് ടോപ്പ് ഇടത്തോട്ട് തിരിക്കുക, എന്നിട്ട് ലെഫ്റ്റ് താഴേക്ക് തിരിക്കുക. ഇതാ, അപ്പോൾ ഇവിടെ മാച്ചായി, ഇവിടെ മാച്ചായി, ഇവിടെ മാച്ചായി, ഇവിടെ മാച്ചായി. ഇപ്പോൾ എല്ലാ സൈഡും മാച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ബാക്കിയുള്ള സ്റ്റെപ്പും തമ്മിൽ കൂടി കുഴഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ കോർണറിലെ ഈ പീസുകൾ നമുക്ക് മാച്ചാക്കേണ്ടതുണ്ട്. ഇതാ ഈ കോർണറ്, ഈ കോർണറ്, പിന്നെ ഇതാ ഈ കോർണറ്, പിന്നെ ഈ കോർണറ്, അങ്ങനെ 4 കോർണറ്. അപ്പോൾ ആദ്യം ഈ 3 ഭാഗത്തും മാച്ചാണോ നോക്കുക. ഇവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, പക്ഷേ ഇവിടെ ഉള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ഈ ഭാഗം മാച്ചല്ല. ഇവിടെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇത് മാച്ചാണ്. ഇവിടെ മാച്ചല്ല. ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഗ്രീൻ ഉണ്ട്, ഇവിടെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് മാച്ചല്ല. അപ്പോൾ മാച്ചായ ഭാഗം നോക്കുക. മാച്ചായ ഭാഗം ഇതാണ് മാച്ചായ ഭാഗം. അപ്പോൾ മാച്ചായ ഭാഗം നമുക്ക് ഫേസായി പിടിക്കുക. എന്നിട്ട് ടോപ്പ് ഭാഗം ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് റൈറ്റ് മുകളിലേക്ക്, എന്നിട്ട് ടോപ്പ് വലത്തോട്ട്, ടോപ്പ് വലത്തോട്ട്, എന്നിട്ട് ലെഫ്റ്റ് മുകളിലേക്ക്, എന്നിട്ട് ടോപ്പ് ഇടത്തോട്ട്, എന്നിട്ട് റൈറ്റ് താഴോട്ട്, എന്നിട്ട് ടോപ്പ് ഇടത്തോട്ട്, എന്നിട്ട് ലെഫ്റ്റ് താഴേക്ക്. ഈ സ്റ്റെപ്പ് 2-3 പ്രാവശ്യം ചെയ്താൽ ഈ കോർണറിലെ എല്ലാ പീസും നമുക്ക് മാച്ചായി കിട്ടും. ഇനി നമുക്ക് നോക്കാം. ഇതാ ഈ സൈഡ് മാച്ചായിട്ടുണ്ട്. ഇതാ ഇവിടെ യെല്ലോ വന്നു, ഇവിടെ ഗ്രീൻ വന്നു, ഇവിടെ റെഡ് വന്നു, ഇത് മാച്ചാണ്. ഇവിടെ ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഇത് മാച്ചല്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് തന്നെ ആവർത്തിച്ചാൽ മാച്ച് ആവുന്നതാണ്. അപ്പോൾ നോക്കാം. ആദ്യം തന്നെ ടോപ്പ് തിരിക്കുക, എന്നിട്ട് റൈറ്റ് മുകളിലേക്ക്, എന്നിട്ട് ടോപ്പ് ഇടത്തോട്ട്,
പിന്നെ ലെഫ്റ്റ് മുകളിലേക്ക്, എന്നിട്ട് ടോപ്പ് വലത്തോട്ട്, എന്നിട്ട് റൈറ്റ് താഴേക്ക്, എന്നിട്ട് ടോപ്പ് ഇടത്തോട്ട്, എന്നിട്ട് ലെഫ്റ്റ് താഴേക്ക്. ഇതാ ഇപ്പോൾ ഈ സൈഡ് മാച്ച് ആയിട്ടുണ്ട്. ഇവിടെ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ഈ സൈഡ് മാച്ചാണ്. ഇവിടെ യെല്ലോ, ബ്ലൂ, ഓറഞ്ച് ഇവിടെയും മാച്ചാണ്. ഇവിടെ യെല്ലോ, ബ്ലൂ, റെഡ് ഈ സൈഡ് മാച്ചാണ്. അങ്ങനെ 4 സൈഡും മാച്ചായാൽ നമുക്ക് അവസാനം ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ആ സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഈ കോർണർ ഭാഗം മാത്രം ചെയ്യാറുള്ളൂ. ആ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ മഞ്ഞയും ഈ 2 ഭാഗത്ത് മാത്രം യെല്ലോ കളർ വന്നാൽ നമുക്ക് ഫുൾ സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഈ യെല്ലോ ഇല്ലാത്ത ഭാഗം, അതായത് ഈ ടോപ്പ് പോർഷൻ, ഇതും അല്ലെങ്കിൽ ഇതും, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഫേസായി പിടിക്കുക. എന്നിട്ട് ഈ ഒരു പോർഷനും മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. എന്നിട്ട് നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പ് തന്നെ ആവർത്തിക്കുക. അതായത് ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും ഏകദേശം മാച്ചായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചാൽ നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ആയി കിട്ടുന്നതാണ്. നോക്കാം. ഇതാ, അങ്ങനെ നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തു. നോക്കൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, എന്നിട്ട് നല്ലവണ്ണം ചെയ്ത് പഠിക്കുക. വളരെ ഈസിയായി നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.